ബജ്റംഗ് ദൾ പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും ചേർന്ന് തെലങ്കാനയിലെ രംഗറെഡ്ഡി ജില്ലയിലെ മസിക ദളിത് ക്രിസ്ത്യൻ വിഭാഗത്തിലെ ആളുകൾക്ക് നേരെ ആക്രമണം അഴിച്ചുവിടുകയും അവരുടെ ആരാധനാലയം അടിച്ചു തകർക്കുകയും ചെയ്തെന്നും ആക്രമണത്തിൽ 2 കുട്ടികളടക്കം 20ഓളം പേർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തെന്നും സംഭവത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെയുള്ള പ്രതികൾ അറസ്റ്റിലായി എന്നുമുള്ള വാർത്ത ബുധനാഴ്ച മുതൽ മാധ്യമങ്ങളിൽ നിറയുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്നാണ് ആ വാർത്ത ഏറ്റെടുത്തത്. സംഭവം ഹിന്ദു ക്രിസ്ത്യൻ സംഘർഷമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ചിലയിടങ്ങളിൽ നിന്നും ഉണ്ടാകുമ്പോൾ ഗ്രാമവാസികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസവും സംഘർഷങ്ങളുമാണ് അവിടെ നടന്നത് എന്നാണ് ഈ വാർത്തയുടെ വസ്തുനിഷ്ഠമായ റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത്. പ്രസ്തുത ഗ്രാമത്തിലെ മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരും പിന്നോക്ക ദളിത് വിഭാഗത്തിൽപ്പെട്ടവരും തമ്മിലുള്ള പടലപ്പിണക്കങ്ങളും തർക്കങ്ങളുമാണ് പ്രശ്നങ്ങളുടെ മൂലകാരണം. ദളിത് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ മെത്തഡിസ്റ്റ് പള്ളിക്ക് മുന്നിലൂടെയുള്ള റോഡ് വീതി കൂട്ടി കോൺക്രീറ്റ് ചെയ്യാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഗ്രാമവാസികളിൽ ചിലർ വില്ലേജ് ഇൻചാർജുമാരെ സമീപിച്ചെടുത്താണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. പള്ളിവക ഭൂമി കൂടി ഏറ്റെടുത്ത് റോഡിന്റെ വീതി കൂട്ടണം എന്നുള്ളതായിരുന്നു മേൽജാതിക്കാരായ ഗ്രാമവാസികളുടെ ആവശ്യം. ഇങ്ങനെ വീതി കൂട്ടുമ്പോൾ പള്ളിയുടെ മുൻഭാഗത്തെ ഭൂമി നഷ്ടപ്പെടുമെന്നതിനാൽ പള്ളിയുമായി ബന്ധപ്പെട്ടവരും വില്ലേജ് ഇൻചാർജുമാരും അതിന് അനുമതി നിഷേധിക്കുകയും അതിൽ പ്രകോപിതരായി വഴിക്ക് സ്ഥലം ആവശ്യപ്പെട്ടവർ അവർക്ക് നേരെ ജാതിപരമായ അധിക്ഷേപങ്ങൾ ഉന്നയിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ. സിമന്റ് പാകിയുള്ള റോഡ് നിർമ്മാണം പ്രധാന കവലയ്ക്ക് സമീപമുള്ള റോഡിൽ ആരംഭിച്ചപ്പോൾ പള്ളിയിലുണ്ടായിരുന്നവർ അത് ചോദ്യം ചെയ്തു. അതേ തുടർന്ന് റോഡ് നിർമ്മാണത്തിന്റെ ഉത്തരവാദിത്തമുണ്ടായിരുന്ന കോൺഗ്രസ് നേതാവ് ദളിത് വിഭാഗത്തിലുള്ള പള്ളി അംഗങ്ങളെ ആക്ഷേപിച്ച് സംസാരിക്കുകയും തുടർന്ന് രോഷാകുലരായ മേൽജാതിക്കാരായ ജനം സംഘടിച്ച് പള്ളിയിൽ ഇടിക്കുകയും പള്ളിയുടെ വാതിലുകളും ജനലുകളും തകർക്കുകയും കല്ലും വടിയും എറിയുകയും പള്ളിയുടെ മേൽക്കൂരയും ഷീറ്റുകളും കുരിശും കേടുവരുത്തുകയും അങ്ങനെ 12ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തുവെന്നാണ് സംഭവസ്ഥലത്തിനടുത്തുള്ള മൊഗിയ പോലീസ് സ്റ്റേഷനിലെ ഒരു ഓഫീസർ ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞത്. യുപിയിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലുമൊക്കെ ചില സംഘപരിവാർ സംഘടനകൾ ക്രൈസ്തവ ന്യൂനപക്ഷത്തിനു നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും അവരുടെ ആരാധനാ സ്വാതന്ത്ര്യത്തിനു നേരെ കടന്നുകയറ്റങ്ങൾ നടത്തുകയും ചെയ്യുന്നത് ഒരു വശത്ത് യാഥാർത്ഥ്യമാണെങ്കിലും കോൺഗ്രസുകാരെ കൂടെ കൂട്ടിക്കൊണ്ട് ബജ്റംഗ് ദൾ പ്രവർത്തകർ ക്രൈസ്തവരെ ആക്രമിച്ചെന്ന വാർത്ത ഏറെ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിലാണ് കേരളത്തിൽ അവതരിപ്പിക്കപ്പെട്ടത്. രംഗറെഡ്ഡി ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ മേൽജാതിയിൽപ്പെട്ടവരും ദളിത് വിഭാഗത്തിൽപ്പെട്ടവരും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് പള്ളി ആക്രമിക്കുന്നതിലേക്കും പള്ളിയിലുണ്ടായിരുന്നവരെ പരിക്കേൽപ്പിക്കുന്നതിലേക്കും വഴിതെളിച്ചത്. മറ്റ് കാരണങ്ങൾ ഇതിനു പിന്നിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കാരണം എന്തുതന്നെയായാലും ക്രൈസ്തവ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നതിനെ അത് ആര് തന്നെയായാലും തീർത്തും അപലപനീയമാണ്. കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായി കടുത്ത നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ രാജ്യത്ത് ആവർത്തിച്ചുകൂടാ.